UDFിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര 15-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അടുത്ത മന്ത്രിസഭാ യോഗം ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കും. ഏതായാലും സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ ഈ 15-ാം തീയതി മുതൽ സൗജന്യമായി യാത്ര ചെയ്യാം. പദ്ധതിയുടെ തുടക്കത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഈ സൗജന്യ യാത്ര ലഭിക്കുക. മറ്റ് റിസർവേഷനുള്ള ബസ്സുകളിൽ ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, അതിന് മുകളിലോട്ടുള്ള സർവീസുകളിലൊന്നും തന്നെ ഈ സൗജന്യ യാത്ര ലഭിക്കില്ല. റിസർവേഷൻ ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പായി കഴിഞ്ഞാൽ വലിയ ബാധ്യത സർക്കാർ ഉണ്ടാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ഒപ്പം തന്നെ അത് അപ്രായോഗികമാണെന്നും വിലയിരുത്തുന്നുണ്ട്. കാരണം ആ ബസ്സുകളിലെ വരുമാനം കുറയാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ തുടക്കത്തിൽ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ഈ സൗജന്യ യാത്ര ലഭിക്കുക. അല്ല, ഒരു നിശ്ചിത സമയം നോക്കുമ്പോൾ നമുക്കറിയാലോ. ഇപ്പോൾ നമുക്ക് ആർക്കും അല്ലെങ്കിൽ എക്സ്പേർട്ടുകൾക്ക് പോലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അറിയില്ലല്ലോ. 15-ാം തീയതി തുടങ്ങും ഉറപ്പ്. ഓരോ മാസവും ഉണ്ടാകുന്ന KSRTCക്കുള്ള അധിക ബാധ്യത അത് ധനവകുപ്പുമായി കൂടിയാലോചിച്ച ശേഷം പരിഹരിക്കാനാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. 100 കോടിയോളം രൂപയാണ് അധികമായി KSRTC കണ്ടെത്തേണ്ടത്. ഒപ്പം തന്നെ ടിക്കറ്റേതര വരുമാനം കണ്ടെത്താനുള്ള ശ്രമവും തുടങ്ങും. ഒപ്പം 25 ലക്ഷം യാത്രക്കാരാണ് ശരാശരി KSRTCയിൽ ഒരു ദിവസം യാത്ര ചെയ്യുന്നത്. കോവിഡ് കാലത്തിന് മുമ്പ് അത് 35 ലക്ഷമായിരുന്നു. ആ തരത്തിലേക്ക് യാത്രക്കാരുടെ എണ്ണം കൂട്ടാനുള്ള നടപടികളും ജനോപകാരപ്രദമായ പദ്ധതികളും KSRTC ഏതായാലും ആവിഷ്കരിക്കും. ആശങ്ക KSRTCക്ക് വേണ്ട. അത് കൃത്യമായൊരു മോഡല് തയ്യാറാക്കിയിട്ടുണ്ട്. 712 കോടി രൂപ ഓർഡിനറി മാത്രമാണെങ്കിൽ 1300 കോടി രൂപ വരെ എല്ലാറ്റിലും ആണെങ്കിൽ. ഇതാണ് എൻ്റെ രണ്ട് വ്യത്യാസം. ഏത് തീരുമാനം എടുത്താലും ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യും. ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര വന്നാലും അതിന്റെ കാര്യമായ ഗുണം വടക്കൻ ജില്ലകളിൽ കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം, ഒരു പരാതി ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. കാരണം കൂടുതലും KSRTC ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുന്നത് തെക്കൻ ജില്ലകളിലാണ്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിലാണ് കൂടുതൽ KSRTC ബസ്സുകളുള്ളത്. ഒപ്പം തന്നെ സ്വകാര്യ ബസ്സുകൾ കൂടുതൽ സർവീസ് നടത്തുന്നതും വടക്കൻ ജില്ലകളിലാണ്. എന്നാൽ ഈ തെക്കൻ ജില്ലകളിലെ സ്വകാര്യ ബസ് സർവീസിനെ ബാധിക്കാതെ തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനുള്ള പദ്ധതികളും ഇനി ഏതായാലും ആവിഷ്കരിക്കണം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.